സാറേ ഈ മാസ്ക് എൻ്റെ സുഹൃത്തിൻ്റെയാണ്, അത് കൊണ്ട് കൊടുത്തിട്ട് വേണം ഓന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞിട്ട് ഒരു 100 പ്രാവശ്യമായിട്ട് പോരാ സാറേ, ഒരു 10 ഉറുപ്പ്യൻ്റെ. അപ്പം അവന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് വലിയ ഭയങ്കര വില ഉള്ളത് വേണം പറഞ്ഞിട്ട് ഓൻ്റെ നിന്ന് പോയി മേടിച്ചു കൊണ്ട് നിൽക്കാം. അപ്പോൾ എന്നാലോചിച്ചൊക്കെ എന്ത് പൊട്ടനായിരിക്കും. ഇപ്പൊ ഓന്റെ കാര്യം നടക്കില്ല, ഇവന്റെ കാര്യം നടക്കും അല്ലേ? ഇപ്പൊ അവരവരുടെ ഒരു ആളുടെ കുടുംബത്തിലുള്ള വെച്ചാൽ കുഴപ്പമില്ല, ചെന്നിട്ട് കൊടുത്താൽ മതി. എങ്ങനെയെങ്കിലും റെഡി ആയി കൊടുക്കും സാറേ. അങ്ങട് എന്തിനാന്ന് ഇപ്പൊ ഈ മുട്ടക്കച്ചവടം അല്ലാണ്ട് വേറെ ആരും ഇവിടെ നേരത്തെ ആൾക്കാർ കൊണ്ടുവന്നു. ഈ രോഗത്തിന്റെ അവസ്ഥ അറിയില്ല, അതാ എന്റെ സീരിയസ് മനസ്സിലാവാണ്ട് ഇപ്പോഴും തോന്നിയാസം കളിച്ച് നടക്കുന്നുണ്ട് പലരും. വെച്ചേക്ക എവിടെ നിന്നൊക്കെയാണ് ഇവന്മാര് വന്നേന്നൊരു നിശ്ചയമില്ലല്ലോ. കഷ്ടം. എത്ര ബോധവൽക്കരണം നടത്തിയിട്ടും കാര്യമില്ല, ചിലവർ നേരാവില്ല. എന്താ കഥകളിയാണ്? കയ്യിലൊരു പെരുപ്പ്. ഞാൻ ഈ ഓഫീസിൽ വന്നപ്പോ തൊട്ട് സാറിന് ഈ പെരുപ്പുണ്ടല്ലോ. സസ്പെൻഷൻ കിട്ടി വീട്ടിൽ ഇരിക്കുമ്പോ ചിലപ്പോ മാറുമായിരിക്കും. വേണോ? വേണ്ട. എന്നാ ഇത് വേഗം റെഡി ആക്കണം, കളക്ടറേറ്റിൽ കൊടുക്കാനുള്ള. ഓ ഇപ്പൊ റെഡി ആക്കാം. വേഗം ആയിക്കോട്ടെ. ആ ഞാൻ ഒപ്പിട്ടിട്ടില്ല. ഒപ്പിട്ടില്ല, ഒപ്പിടണം. അത് ഞാൻ പറഞ്ഞിട്ട് ഒപ്പിട്ടാ മതി. അല്ല ഇടാ, പിന്നെ ഹാഫ് ഡേ ലീവാണ്. ആദ്യം അത് ശരിയാക്ക്. ഈ കസേരയിലൊക്കെ ആണുങ്ങൾ വന്നിരിക്കണം, അല്ലാതെ ഓരോ ഇതൊക്കെ അങ്ങ് എഴുതി കൊടുക്കേണ്ട കേസുകൾ വെറുതെ ആളായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താ ഇതാ ക്വാറന്റൈനിൽ കിടക്കണവരുടെ റിപ്പോർട്ട് കൊടുക്കാൻ പറയും നമ്മുടെ വാർഡില്ല. ഇതൊരു പ്രാവശ്യം കൊടുത്തതല്ലേ, അത് കൊടുത്തിട്ട് കാര്യമില്ല, ഇപ്പൊ ആള് കൂടിയിട്ടുണ്ട്. ആ ലിസ്റ്റ് കംപ്ലീറ്റ് സംസാരിച്ചില്ല, അത് വേറെ റെഡിയാണ്. ആ ഉറങ്ങാനാണേ. പൈസ കിട്ടുന്ന പണിയെടുത്തിട്ട് മാസം 6 സാറേ ആ വേണം. ഞങ്ങളെ തിരിഞ്ഞിക്കാ. ഞങ്ങൾ അന്ന് വന്നില്ലായിരുന്നാ? ഞങ്ങൾ വന്നില്ലേ സർട്ടിഫിക്കറ്റിന്? ഞങ്ങളുടെ ഇത് എന്ത് സർട്ടിഫിക്കറ്റിന്? നമ്മുടെ ബന്ധം കാണിക്കണത്. ബന്ധം കാണിക്കുക? അവകാശ സർട്ടിഫിക്കറ്റ് ഇല്ലേ? ആരാ മരിച്ചത്? മരിച്ചത് അച്ഛൻ. അച്ഛൻ. അപ്പോ നിങ്ങള്? ഞാൻ മകനാണ്. ഞാൻ മകനാണല്ലോ. ഇത് അനുജൻ, എന്റെ അനുജനാണ്. രണ്ടും മകനാണ്. അത് ശരി. അപ്പൊ ഇവരാക്കാരാ? ഇത് സാക്ഷികളാ. സാക്ഷികളാ. മുട്ടമോനാണ് ഞാൻ. മന്മഥൻ, മുട്ട മന്മഥൻ. ഓ ഞാൻ മൊയ്തോണ്, മീൻ കച്ചവട. ആയിക്കോട്ടെ. അല്ല അപ്പൊന്നും ഇപ്പൊ ഇവിടെ പറയണ്ട. പിന്നെ ഈ മരിച്ച ആളെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? പിന്നെ അറിയാമോ? ശീതളന്റെ വീട്ടിന്റെ വടക്കേ പുറത്താണ് ഞാൻ താമസിക്കുന്നത്. ശീതളന്റെ അച്ഛൻ അവിടെ ഇരുന്നുകൊണ്ട് ഒരു ഏമ്പക്കം വിട്ടാ നേരെ എന്റെ വീട്ടിൽ കിട്ടും. മരിച്ച ആളെങ്ങനെയാണ് ഏമ്പക്കം വിടുന്നത്? അല്ല സാറേ, മരിക്കണേന്റെ തലേ ദിവസവും അന്നും രണ്ടെണ്ണം വിട്ടിട്ടാ പോയത്. കഥ പറയാൻ ഞാൻ കേക്കോർത്താണേ. കേക്കോർത്ത് ഞങ്ങളെ വീടിന്റെ ജനല കണ്ട് തുറന്നിട്ടാ ശീതളേട്ടന്റെ അച്ഛൻ കുളിക്കണേ കാണാം. ഞാനും ഭാര്യ എന്നും കാണുമായിരുന്നു. കുളിമുറിയിൽ അച്ഛൻ മാത്രമല്ലേ കുളിക്കാറുള്ളൂ? അല്ല അത്രയും അടുത്താന്ന് പറയണ സാറേ. വന്ന കാര്യം വേഗം ശരിയാക്കി പോവാൻ നോക്കാം. എന്നാ പിന്നെ രേഖകളൊക്കെ എടുത്തോ. തിരിച്ചറിയൽ കാർഡൊക്കെ ആധാർ കാർഡ് അതാ ചോദിക്കും. ഫോട്ടോ ഒന്നും കണ്ടാ ഞാനന്ന് മനസ്സിലാവില്ല. ഇതൊക്കെ കയ്യിൽ വെച്ച് ഇറക്കുകയാണല്ലേ? പിന്നെ എവിടെ റേഷൻ കാർഡ് വേണം? റേഷൻ കാർഡ് എവിടെ? റേഷൻ കാർഡ് പറഞ്ഞിട്ടാ. റേഷൻ കാർഡില്ല ഒന്നും ചെയ്യാൻ പറഞ്ഞു. ഇപ്പൊ പറഞ്ഞിനി ഇപ്പൊ പറഞ്ഞില്ലേ? കൈത അപ്പ പറയണ്ടേ? ഇപ്പൊ പറഞ്ഞില്ലെന്ന് പറഞ്ഞാല് അപ്പ പറഞ്ഞിട്ടാ? പറഞ്ഞിട്ടേ റേഷൻ കാർഡ് വേണം, എന്നാലും ശരിയുള്ളൂ. സാറേ എന്താ ഈ ശീതള വിഷമിക്കണ്ട. ഈ സർക്കാർ ഓഫീസിൽ വന്ന് എങ്ങനെ ചുറ്റിക്കലുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. അവിടെ ഞങ്ങൾ രണ്ടാമത് എടുത്തു. എന്റെ മൊത്തം ഇത് മതി, ഇത് മതി. അപ്പൊ ഞാൻ ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യണം. ഞാൻ ആ ആപ്ലിക്കേഷൻ നോക്കിയിട്ടേ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇപ്പൊ ചെക്ക് ചെയ്താളേ.
ഇപ്പൊ തന്നെ ചെക്ക് ചെയ്ത് മൂപ്പർക്ക് കൊടുത്താലേ. അല്ലല്ല ഇപ്പൊ ചെക്ക് ചെയ്യാൻ പറ്റില്ല, വേറെ ഒരുപാട് സംഗതികൾ ചെയ്യാനുണ്ട് ഇവിടെ. സാറേ ഞങ്ങള് 3 ആഴ്ച ആയിക്ക് ഇപ്പൊ ഇവിടെ വരണേ. ഒരു കാര്യം എന്താ അറിയോ സാറേ, അവിടെ നിന്ന് കാശ് കൊടുക്കാനുള്ളവർ വിളിക്കുന്ന തെറി കേട്ട് കേട്ട് സഹിക്കാൻ വയ്യാത്തോണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് ശരിയാക്കി കൊടുക്കും. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണമെന്ന്. ഞാൻ ചെയ്തോളൂ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവരാം. 5 മണിക്ക് വരും. 5 മണിക്ക് സാറേ പോയിട്ട് അത്യാവശ്യമുണ്ട് സാറേ. 5 മണിക്ക് ഇങ്ങോട്ട് വാങ്ങാൻ ശരിയാക്കി തരാന്ന് പറഞ്ഞില്ലേ? ഈ കൈതേ എന്നാ പോയിട്ട് വരാം. 5 മണിക്ക് 5 മണിക്ക് വാ. അപ്പൊ ബാങ്ക് അടക്കൂലേ? അതിന് മുമ്പായിട്ടുണ്ട് പോകുന്നൂടെ. എല്ലാരും വരണ്ട, ഒരാൾ വന്നാൽ മതി. ഞങ്ങളൊന്നും വരണ്ടാ. നിങ്ങൾ മാത്രം വന്നാൽ മതി. ഈ കൈത നീനൊക്കെ കാണും, ഈ കൈത നീനൊക്കെ കാണും. സാറേ അവർക്ക് അതങ്ങടെ എഴുതി കൊടുത്തു വിട്ടൂടെ? അവർക്ക് അങ്ങടെ ചെയ്തു കൊടുത്തൂടെ? എന്തിനായിട്ട് ബുദ്ധിമുട്ടിക്കണ? ഇനിയിപ്പോൾ എൻ്റെ ബുദ്ധിമുട്ട് ഇത് ആരോട് പറയടോ? ഇത് എവിടെയോ ആപ്ലിക്കേഷൻ വാങ്ങി വെച്ച് ഇനി അതൊക്കെ തെരഞ്ഞ് നോക്കി കണ്ടുപിടിക്കണമെന്നുള്ള ബുദ്ധിമുട്ട്. എന്തേലും ആവശ്യത്തിന് വന്നവരെ കൊറോണയെന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കരുതെന്നാണ് ഇപ്പൊ സാറ് പറഞ്ഞിട്ട് പോയത്. ഇന്ന് ഇത്ര മതി. അതെ, എന്താ സാറേ ഈ മാസ്ക് എന്തായാലും 25 രൂപയോ? ഇത് 25 അല്ല, 2 50 രൂപ. അത് ഞാൻ പോരണ 25. ഇത് ചോദിക്കാനാണ് വലിയ രഹസ്യം പറയാനുള്ള പോലെ വിളിച്ചോണ്ട് വന്നത്. അല്ല അത് പിന്നെ എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് ഒന്ന് പോകണം. ഇപ്പൊ പോവാനാ? ആ അളിയൻ്റെ കുട്ടിയുടെ കല്യാണമാണ് 2 ദിവസം കഴിഞ്ഞ്. അപ്പോൾ അതിൻ്റെ ഒരു ഇരിപ്പാണ്. അയ്യോ അത് പ്രശ്നമല്ല. ഇന്ന് ആകെ പ്രഷറിലാണ് മാഡം. ഇവിടെ എനിക്ക് ഒരുപാട് വർക്ക് ഉണ്ടെന്ന്. അതൊന്നും കുഴപ്പമില്ല നീ, അത് എങ്ങനെയെങ്കിലും എൻ്റെ അതും കൂടെയൊക്കെ ഒന്ന് മാനേജ് ചെയ്താൽ മതി. അല്ല സാറേ, ഞാൻ മാനേജ് ചെയ്യണ കുഴപ്പമുണ്ടായിട്ടല്ല. മാഡത്തിനോട് സാറൊന്ന് പറഞ്ഞേര്. മാഡം കുഴപ്പമില്ലെന്ന്, മാഡത്തിന് എന്നെ വിശ്വാസമാണല്ലോ. ഞാനൊരു നമ്പരം കിടും, നീ കൂടെ അങ്ങ് നിന്നാൽ മതി. അപ്പൊ സുഖം സാറാ. അയാളോട് പോകാൻ പറയാന്ന്, അയാൾക്ക് വണ്ടേ എന്നോട് ദേഷ്യമാണ്. എന്നെ കൊണ്ടായത് ഞാൻ ചെയ്യാം. എന്ത് നമ്പർ ഇടാൻ പോണം? ആകെ നീ നോക്കിക്കോ, എന്തായാലും ചെയ്യാം. എന്തേലും ഇട്. എനിക്ക് സാറേ ഒന്ന് കയ്യും കാലക്കാടട്ടെ, ഒന്ന് എതിരിച്ച് നടക്ക്. ഒരു ചായ കുടിക്കാൻ വിളിച്ചാ ഞാൻ പോയില്ല. സാറേ ഞാൻ ഒരു നോട്ടെ. എന്താ ഒന്നും വരില്ലല്ലോ? കേടും കിടക്കല്ലേ? കേടുന്നാണോ? ഓ എന്നറിയാത്ത പോലെ. ആ അപ്പോൾ നേരെ കിട്ടില്ലല്ലേ? സാറേ ആ മാസ്ക് എടുത്ത് മുഖത്ത് വെക്കേ. ഏതല്ലെങ്കിലും ശരി, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അത് വെക്കാൻ പറയണത്.